ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. സോറി, ഇന്നലെ എനിക്ക് ഒരു ലേശം സംസാരിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്, നാവിലൊരു ഇതായിട്ടാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇന്നും കൂടി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഓക്കെ, സാരമില്ല, സാധിക്കും എന്ന് തോന്നിയപ്പോൾ ഞാൻ റീഡിങ്ങിന് ഇരുന്നതാണ്. ഓക്കെ, അതിങ്ങനെ ചില നേരത്ത് പറ്റുന്നതാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും അല്ലേ, സാരില്ല. ഇന്നെന്തോ കുറച്ച് ബെറ്ററായി തോന്നി, വെച്ച ശരി ഇന്ന് ഇട്ടേക്കാമെന്ന് തോന്നി. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ജസ്റ്റ് ഗൈഡൻസ് മെസ്സേജ് ആണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതിപ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് നിങ്ങൾ എന്ന് കാണുന്നോ നിങ്ങൾക്ക് അന്ന് റെസനേറ്റ് ആവും. അന്നത്തെ ദിവസം മാത്രമല്ല, അടുത്തുള്ള കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ഓക്കെ, എപ്പോഴും അങ്ങനെ എടുത്താൽ മതി. ഗൈഡൻസ് മെസ്സേജസ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് യൂണിവേഴ്സിന്. ഓക്കെ, 10 of Swords ആണ്, Queen of Wands, King of Pentacles, ഞാൻ വേണം വെച്ച് എടുത്തതല്ല, സോറി. എനിക്ക് ചിരി വരുന്ന എന്താന്ന് വെച്ചാല് റിലേഷൻഷിപ്പിന്റെ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ഓക്കെ, കാരണം ഗൈഡൻസ് ആയിട്ടായിരുന്നു എടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വന്നത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഞാൻ ജനറലി കൂടി പറയാം, കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ ഇവിടെ സോറി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇവിടെ റിലേഷൻഷിപ്പ് റീഡിങ് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ലൈക്ക് എനിക്കിതിനെ നോർമലായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം, ബട്ട് അതിൽ ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് കുറേ പേർക്ക് ഇത് റെസനേറ്റ് ആവും. നിങ്ങൾ കാണാൻ ലൈക്ക് ഇത് കാണുന്നവർക്ക്, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് റെസനേറ്റ് ആവാൻ, ഒരുപാട് പേർക്ക് എന്നല്ല, മീൻസ് കുറേ യെസ് ഉണ്ടാവും, നിങ്ങൾക്ക് റെസനേറ്റ് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആദ്യത്തെ കാര്യം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ വളരെ സ്ട്രോങ് ആണ്. ഐ എം വെരി സോറി. ഗൈഡൻസ് ആയിട്ട് ഞാൻ എടുക്കാം, നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് ഞാൻ എടുക്കാം. വെയിറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് ലാസ്റ്റിലേക്ക് കണ്ടു നോക്കൂ. ഗൈഡൻസ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നോർമൽ പറയാം. ഓക്കെ, ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് കൂടുതലും. ഇവിടെ കാണുന്ന ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് പെന്റിക്കിൾസ്, ക്വീൻ ഓഫ് വാൻസ് ആണ്. ഓക്കെ, അതായത് ഒരു നിങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയാലും ശരി, നിങ്ങളുടെ ലൈഫ് നിങ്ങളായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധമുള്ള, നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള ആരെങ്കിലും, ഏതെങ്കിലും വ്യക്തി മീൻസ് നിങ്ങൾ അവരുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കും. ഓക്കെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ 2 പേര് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കിങ് ആയിട്ട് മാത്രമേ, കിങ് നടുവിലാവണമെന്നില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോളൂ. ഇപ്പം നിങ്ങൾ കാണുന്നവർ ഓക്കെ, നിങ്ങൾ ജെൻസ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ 2 ലേഡീസ് ഉണ്ടാവാം, അങ്ങനെ പറയാം. ഓക്കെ, അല്ല നിങ്ങൾ കാണുന്നപ്പോൾ ലേഡീസ് നിങ്ങൾ കാണുന്നതാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ 2 ജെൻസ്, മീൻസ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ 2 പേര് ഓപ്ഷൻ, അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക പ്ലീസ്. ഓക്കെ, സോ എനിവേ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് എന്ന രീതിക്ക് എടുക്കാം. നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി എനർജി ശരിക്കും ലൈക്ക് വെരി സീരിയസ്ലി. ആൻഡ് ആക്ച്വലി ഇവിടെ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട്. ടവർ മൊമെൻറ്റ് നിങ്ങൾ മേ ബി തേർഡ് പാർട്ടി പിന്നീട് വന്നതായിരിക്കാം. റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ബന്ധമുള്ള സമയത്ത് വേറെ ആരെങ്കിലും തേർഡ് പാർട്ടി വന്നതാവാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വ്യക്തികൾ ആരെങ്കിലും ആയിരിക്കാം. ആ പേഴ്സൺ കാരണം ഓക്കെ ഇവിടെ ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചോയ്സ് എടുത്തായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കാരണം ഇവിടെ 10 of Swords ആണിത്. 10 of Swords പറഞ്ഞാൽ നമ്മൾ ബാക്ക് സ്റ്റാബിങ്, നമ്മൾ പിന്നിൽ നിന്ന് കുത്തുക എന്ന രീതിക്കൊക്കെയാണ്. ഓക്കെ, നമ്മൾ ചതിക്കുക, പിന്നിൽ നിന്ന് അത്രയ്ക്ക് നിങ്ങൾ വേദന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ലൈക്ക് നിങ്ങൾ ഒരുപാട് ശരിക്കും വേദനിച്ചായിട്ട് എനിക്ക് കാണുന്നുണ്ട്, വിഷമിച്ചായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ഇവിടെ അപ്പം നിങ്ങളിവിടെ ഒരു ചോയ്സ് എടുത്തായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ വേദന
ഐ തിങ്ക് നിങ്ങൾ ആ ഒരു വിഷമം, ഓക്കെ, നിങ്ങൾ മേ ബി നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവില്ല. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ ഡൗട്ടായിട്ട് നിൽക്കുമായിരിക്കും, തരാ അവരുടെ ലൈഫിൽ ആര് വേണം എന്നുള്ള, തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണോ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരണോ എന്ന രീതിക്ക് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് സ്റ്റാബിങ് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് നല്ലോണം വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ആ പെയിൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് പെയിൻ ഓഫ് ദ പാസ്റ്റ് അല്ല, ഇത് ഐ തിങ്ക് ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റ് ആണ്, ഇത് റീസെൻ്റ്ലി സംഭവിച്ച ഒരു സംഭവമാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ലവേഴ്സ് എനർജി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിക്കാണ്, എക്സ്ട്രാ മാരിറ്റൽ ആയിരിക്കാം, ഈവൻ സിംഗിൾസ് ആവാം. സിംഗിൾസിൻ്റെ ലൈഫിൽ ലൈക്ക് നിങ്ങൾ മാരി ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അവരുടെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി വന്നായിരിക്കാം. ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ടവർ മൊമെൻറ്റ് ഐ തിങ്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഓക്കെ, നിങ്ങൾ ഈ ഒരു പെയിനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഐ തിങ്ക് നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻസ് ചൂസ് ചെയ്ത പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഐ തിങ്ക് ആ റിലേഷൻഷിപ്പ് വിട്ട് മാറാൻ നിങ്ങൾ തീരുമാനിച്ചു കാണും. നിങ്ങളായിരിക്കാം ഡിസിഷൻ എടുത്തത്. ഓക്കെ, പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ വിട്ടുപോയത്, ബട്ട് അതിനേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എനർജി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു വേദനയിൽ നിന്ന് ഓക്കെ ഐ തിങ്ക് പുറത്ത് വരാൻ വേണ്ടി നിങ്ങൾ ഐ തിങ്ക് ഇനി ഈ ഓപ്ഷനായിട്ട് നിൽക്കാൻ ഞാനില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ചോയ്സിൻ്റെ കാര്യമാണ് ഇത്. നമ്മൾ ലവേഴ്സ് പറയുമ്പോൾ നമ്മൾ ഒന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് ആൻഡ് ചോയ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, തീരുമാനം ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ്. രണ്ട് പേരെ തമ്മിലുള്ള ഒരു ചോയ്സ് എന്നും പറയുന്നത്, ഐ മീൻ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ചോയ്സ്. ഓക്കെ, അപ്പോൾ ആ പേഴ്സൺ അത് തീരുമാനം എടുക്കാൻ നിൽക്കുക ഐ തിങ്ക് അത് ചെയ്യാത്തത് കൊണ്ട് ഐ തിങ്ക് നിങ്ങളിവിടെ തീരുമാനിച്ചു. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ അവിടെ ആ ഒരു സഡൻ എൻഡിങ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ തീരുമാനിച്ചു എനിക്കിനി ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചു കാണാം. ഓക്കെ, ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നു കാണില്ല, അതുകൊണ്ടായിരിക്കും. വളരെ ക്ലിയർ ആയിട്ട് നോക്കും. കിങ് ഓഫ് പെന്റിക്കിൾസ് നടുവിലുണ്ട്, അപ്പുറത്തും രണ്ട് ക്വീനാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോളൂ കേട്ടോ. ഐ മീൻ ക്വീൻ നടുവിലാണെങ്കിൽ രണ്ട് കിങ് വട്ടെവർ. ഓക്കെ, അങ്ങനെ നിങ്ങൾ എടുത്തോളൂ. സോ ഐ തിങ്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ മാറാൻ നിങ്ങളായിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ നിങ്ങളായിട്ടൊരു തീരുമാനം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തേർഡ് പാർട്ടിയിൽ ഇനി നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ ഇൻഡിപെൻഡൻസ് ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ നമ്മൾ ഇനി തനിച്ചായാലും കുഴപ്പമില്ല, ഞാൻ തനിച്ച് നിന്നോളാം, ഓക്കെ, വേറെ ആരും എനിക്ക് വേണമെന്നില്ല എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് ആണ് പറയുന്നത്. ആക്ച്വലി എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓൾറെഡി മേ ബി നിങ്ങൾ നിങ്ങളുടെ ജോലി കരിയറിലൊക്കെ ചിലപ്പോൾ നല്ലോണം പ്രോഗ്രസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങൾ ഒരു മേ ബി യൂണിവേഴ്സായിട്ട് ചെയ്തായിരിക്കാം ചില ടവർ മൊമെൻറ്റ്. മേ ബി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തന്ന് കാണാം. കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്, ഈസ് ഓഫ് കപ്സ് ഉണ്ട്. എനിക്ക് അത് പിന്നെ പറയാം. എന്തായാലും ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിലൊരു വാക്കുതർക്കം വന്നു. വാക്കുതർക്കം അത് ആവശ്യമായിരുന്നു. ഓക്കെ, അതവിടെ ഒരിക്കലും നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കേണ്ട, അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നണ്ട. ഐ തിങ്ക് നിങ്ങളുടെ തീരുമാനം വളരെ കറക്റ്റാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്തു. ഓക്കെ, നിങ്ങൾ അവനവനെ ചൂസ് ചെയ്ത് നിങ്ങൾ മാറുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഓക്കെ, സോ ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിട്ടാണ് ഇന്ന് മാറിയത്. ഐ തിങ്ക് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കാം. ഓക്കെ, ആ ഒരു എൻഡിങ് നിങ്ങളായിട്ട് കൊണ്ടുവരാനാണ് പറയുന്നത് യൂണിവേഴ്സ്. നിങ്ങളായിട്ടൊരു വാക്ക് ഐ തിങ്ക് പറയുന്നുണ്ട്. ഇത് സെൽഫ് ലവിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സെൽഫ് ലവ് ചെയ്യുക, അവനവനെ നിങ്ങൾ കെയർ ചെയ്യുക. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുക. അല്ലാത്തവർ ഇപ്പം നിങ്ങൾ തീരുമാനം എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോയോ എന്ന്. നോ, തെറ്റില്ല. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നോ, ഈ ഒരു ടവർ മൊമെൻറ്റ് ഇവിടെ ആവശ്യമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഇനി റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് അത് ഞാൻ ഐ തിങ്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എടുക്കാം. ഇതിപ്പോൾ ഗൈഡൻസ് ആയിരുന്നു. ഓക്കെ, ഗൈഡൻസ് ആയിട്ട് ഞാൻ ഇതിനെ പറയാൻ ശ്രമിക്കാം. വേണ്ട. ഓക്കെ, ഒരു കാര്യം ഞാൻ വേറെ കാർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് പറയാം. ഓക്കെ, ഐ തിങ്ക് അതായിരിക്കും നല്ലത്. കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിന് വന്നതുകൊണ്ട് ലെറ്റ്സ് യൂസ് ഡിഫറെൻറ്റ് വേറെ കാർഡ് എടുത്തിട്ട് ഞാൻ ഗൈഡൻസ് ആയിട്ട് കൂടി പറയാം. ഓക്കെ, ജനറൽ ഗൈഡൻസ് നിങ്ങൾക്ക് കരിയർ, ഹെൽത്ത്, വോട്ടെവർ എന്ത് കാര്യമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും ഒരു കാര്യം എന്താ വരുന്നത് നോക്കാം. ഞാനെന്നല്ലെങ്കിലും റിലേഷൻഷിപ്പ് റീഡിങ് ഇടാൻ പ്ലാൻ ആയിരുന്നില്ല, ബട്ട് യൂണിവേഴ്സ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നോക്കൂ, എന്തൊരു ഞാനിന്ന് ഒരു റീഡിങ് ജസ്റ്റ് ചെയ്ത് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൽ തന്നെ എന്നെ കൊണ്ട് റിലേഷൻഷിപ്പ് ആദ്യം തന്നെ എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു. സാരി. ഓക്കെ, ലെറ്റ്സ് സീ ജനറൽ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്താ വരുന്നത്. ഓക്കെ, 3 of Wands ഉണ്ട്, 5 of Swords, Justice, 3 of Swords, Page of Cups. ഓക്കെ, Page of Wands. ഓക്കെ, ഇവിടെ കരിയറിൻ്റെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ചില പ്ലാനിങ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ഐ തിങ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ 5 of Swords നമ്മൾ പറയുന്നത് ഒരു ഫൈറ്റിൻ്റെ കാര്യമാണ്. മറ്റുള്ളവരുമായിട്ടൊരു ചെറിയ ഫൈറ്റ് വരുന്ന തരത്തിലാണ്, കോൺഫ്ലിക്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ 5 of Swordsൻ്റെ പക്ഷേ ഒരു അഡ്വൈസ് ഉണ്ട് ദാറ്റ്
എല്ലാ ഫൈറ്റും നിങ്ങൾ പോയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ലയാണ്. ഓക്കെ, എവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, എവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു തീരുമാനം ചില സമയത്ത് നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, അതായത് ചിലപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ചില നഷ്ടങ്ങൾ നമുക്ക് ലൈക്ക് ജയിക്കുമായിരിക്കും നിങ്ങൾ. ഓക്കെ, പക്ഷെ ആ ജയം ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊക്കെ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, മേ ബി ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ ഒരു റിലേഷൻസ് നമുക്ക് നഷ്ടപ്പെടും എന്ന് പറയാം. സോ ആ രീതിയിൽ മേ ബി നല്ലൊരു ഫ്രണ്ട്സ് നിങ്ങൾക്ക് പോകും. ഓക്കെ, അനാവശ്യമായ തർക്കം അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അനാവശ്യമായ തർക്കത്തിൽ പോയി പെടണ്ട എന്ന രീതിയിലാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ജസ്റ്റിസ് ഐ തിങ്ക് നിങ്ങൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മേ ബി ഇനി വേറെ ആരെങ്കിലും ആണ് നിങ്ങളുടെ അടുത്ത് തർക്കം ചെയ്ത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ കോൺഫ്ലിക്റ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നിട്ട് ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും ഫാമിലിയിലായാലും എവിടെയായാലും ഓക്കെ, നിങ്ങൾക്ക് ന്യായം വേണം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം ഇവിടെ ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, കുറച്ച് വിഷമം അനുഭവിച്ചായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഹേർട്ട് ആയത് മേ ബി വേറെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചായിരിക്കാം. ആ സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ ജയിക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ്, പേജ് ഓഫ് വോൺസ് ആണ്. സോ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി ടാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്ന രീതിക്കായിരിക്കും. അതായത് ജയിക്കാൻ വേണ്ടിയിട്ട് തർക്കിക്കാൻ നിൽക്കാതെ ഓക്കെ, അതിനെ കുറച്ചുകൂടി ഒരു നമ്മൾ പറയില്ല നയപരമായിട്ട് ഹാൻഡിൽ ചെയ്താൽ ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഒരു സോഫ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആരോടെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആരോടെങ്കിലും തർക്കം ഉണ്ടായി, ലൈക്ക് ഈവൻ ജോലി സ്ഥലത്ത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൊളീഗ്സുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നു, യുനോ അവർ ചെയ്ത തെറ്റുകൾ ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് എന്നാലും ഇവിടെ ചില സമയത്ത് പറയുന്നത് നമ്മൾ ടാക്ടിക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ചില സമയത്ത് ഒരു സ്മൂത്തായിട്ട് ഏതെങ്കിലും രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സാധിക്കും അത്. ഓക്കെ, കാരണം ഐ തിങ്ക് നിങ്ങളുടെ സംസാര രീതി ഐ തിങ്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഐ മീൻ ഇതായിട്ടല്ല, സോപ്പടലല്ല, പക്ഷെ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഓക്കെ, പക്ഷെ അത് തർക്കം എന്ന രീതിക്ക് പറയാതെ ഒരു അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ല വാക്കിൽ നിങ്ങൾക്ക്. അതുപോലെ സ്നേഹത്തോടെ, ഓക്കെ, സ്നേഹത്തോടെ ചിലപ്പോൾ പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കാം. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെയും പറയാം, രണ്ടും പറയാം. ഓക്കെ, അഗൈൻ കിങ് ഓഫ് വോൺസ് ഉണ്ട്. എനിക്ക് യെസ്, ഞാൻ പറഞ്ഞ പോലെ വേറൊരു വ്യക്തിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആരോടെങ്കിലും തർക്കമുണ്ടായി, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് ന്യായം വരുന്നതായിട്ട് പറയാം. എനിക്ക് അവരുടെ ഭാഗത്തുനിന്നൊരു സോറി പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഒരു അപ്പോളജി പറഞ്ഞ് വരുന്നതായിട്ടും നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീസ്റ്റാർട്ടിന് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് കാണുന്നത്. റിലേഷൻഷിപ്പ് അല്ല ഇത്, മീൻസ് റിലേഷൻഷിപ്പ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ജനറൽ ആയിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ ഓഫീസ് അങ്ങനെ കൊളീഗ്സ്, അല്ലെങ്കിൽ വീട്ടിൽ ഫാമിലിയിൽ ഇപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും തർക്കം ഉണ്ടായി, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ ഫൈറ്റ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, കൂടുതൽ സംസാരത്തിൽ നിൽക്കണ്ട. ആക്ച്വലി അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ മാറി നിൽക്കാം. ഓക്കെ, നിങ്ങൾ മിണ്ടാതെ മാറി നിന്നാൽ ഓക്കെ, ആ പേഴ്സൺ അവരുടെ തെറ്റ് മനസ്സിലാക്കുമെന്ന് പറയാം. ഓക്കെ, യെസ്, അങ്ങനെയും പറയാം. അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യും, അവർക്ക് മനസ്സിലാവും അവർ തെറ്റ്. ഈവൻ ജോലി സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ചെയ്ത ജോലി അപ്രീഷിയേറ്റ് ചെയ്യാതിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും കുറ്റപ്പെടുത്തി പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ തർക്കിക്കാൻ നിൽക്കണ്ട. ഓക്കെ, യൂണിവേഴ്സായിട്ട് ചില ന്യായം ചെയ്തോളും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, യൂണിവേഴ്സായിട്ട് അവർക്ക് തിരിച്ചറിവുണ്ടാക്കും ദാറ്റ് അവർ നിങ്ങളെ പറഞ്ഞത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റായിപ്പോയി. അതിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, ആരായാലും ശരി. ഓക്കെ, ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആരോ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു സോറി പറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ, മേ ബി ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ന്യായമായത് കിട്ടും എന്ന് പറയാം. ഓക്കെ, മേ ബി ലൈക്ക് ആ സ്ഥലത്ത് തന്നെ, ആ ഓഫീസിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ന്യായം കിട്ടും. ഫാമിലിയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ചില ന്യായം കിട്ടുന്നതായിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരും എന്നും പറയാം. എനിക്ക് ഒരു പുതിയ ഓഫർ, പുതിയ തുടക്കം നിങ്ങൾക്ക് പോസിബിളുമാണ്. ഓക്കെ, അതും നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ്. കുറച്ച് പേർക്ക് ലൈക്ക് മേ ബി നിങ്ങൾ അത് മീൻസ് ഈ ഒരു സ്ഥലത്തിന് നിൽക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ വിട്ടു പോകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യത. ചില കാര്യങ്ങൾ നമ്മൾ പറയില്ല, ചിലത് നമ്മളെ പഠിപ്പിക്കുകയാണ്, ചില ലെസൺസ് പഠിപ്പിക്കുകയാണ്, നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ച്വലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ന്യായം വരും എന്നാണ് എനിക്ക് മെയിൻലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് റിയലൈസ് ചെയ്യും. എനിക്ക് ആ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്ത് അവർ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞു വരും, മെസ്സേജ് ഇട്ട് വരും, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് കാണുന്നുണ്ട്. മെസ്സേജ് അല്ലെങ്കിൽ ഓഫീസിലായാലൊക്കെ സംസാരിക്കാൻ, നിങ്ങളോട് നേരിട്ട് സംസാരിക്കും, നിങ്ങളോട് മാപ്പ് പറയും. എനിക്ക് കൂടുതലും എനിക്ക് മാപ്പ് പറയുന്നതിനെക്കാട്ടിലും എനിക്കിവിടെ കൂടുതലും ലൈക്ക് അവർ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കും. ഓക്കെ, കാര്യങ്ങൾ ശരിയാക്കാനുള്ള ഒരു ശ്രമം നടത്തും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ
ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ജോലിയുടെ ഓഫർ, വേറെ പുതിയ ഓഫർ വരും. ഓക്കെ, നിങ്ങൾക്ക് വേറെ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തി വരാം, പുതിയ ഓഫർ വരാം, ജോലിയുടെ ഓഫർ വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കാണുന്നത്. ഇവിടെ മെയിൻലി ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് അതിൻ്റെ ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക്, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ആ പേഴ്സൺ അത് മനസ്സിലാക്കും, നിങ്ങളോട് തെറ്റ് ചെയ്ത ആൾക്കാർ അത് മനസ്സിലാക്കി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് കാണുന്നത്. സോറി, ഇന്നത്തെ റീഡിങ് ആയിട്ടൊന്നും എന്തെങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയില്ല. രക്ഷയില്ല, എന്താ ചെയ്യാം. ചില സമയത്ത് അങ്ങനെയാണ്, ചില ഒരു എനർജി പിക്ക് ചെയ്യുന്നത് ആയിട്ടൊന്നും അത് ഒരുപാട് പേർക്ക് നടക്കുന്നുണ്ടോ എന്തോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് പറയാം ഇതുകൂടി. ഓക്കെ, ലെറ്റ്സ് സീ ഗൈഡൻസ് മെസ്സേജസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളോട്? നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ ഡിലൈറ്റ്, ഓക്കെ, സന്തോഷം വരുന്നു എന്ന്, ആൻഡ് ത്രൈവിങ്, കമ്മ്യൂണിറ്റി, ട്രസ്റ്റ്, പൊട്ടൻഷ്യൽ, love, and okay, transformation and fulfillment രണ്ടുമുണ്ട്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സിന്ന് ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരും. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ മാറുന്ന കാര്യമായിരിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും ഈവൻ ജോലി സ്ഥലത്ത് അവിടെ എവിടെയായാലും നിങ്ങളുടെ ലൈഫിൽ ചില കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഐ തിങ്ക് നിങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുകയാണെന്ന് എടുക്കാം. ഓക്കെ, ഈ ഒരു കാര്യം ചില സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ആവശ്യമാണ്. ഓക്കെ, അത് നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ, നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ, നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കേണ്ടതോ മാറേണ്ടതോ ഉണ്ടാവും. ഓക്കെ, ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ സിറ്റുവേഷൻസ് മാറാനുണ്ടാവും. ഓക്കെ, ഇപ്പോൾ അതായത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അവിടെ ഇത്രയും കാലം ചിലവർ തിരിച്ചറിയാത്ത കാര്യങ്ങൾ, നിങ്ങളെ ഒന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവർ ചിലപ്പോൾ നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ചില മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡിലൈറ്റ്, നിങ്ങൾക്ക് സന്തോഷം വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഇപ്പോഴും ഓൾറെഡി ഹാപ്പി ആയിട്ടിരിക്കുക. അവർ മീൻസ് ആരെങ്കിലും ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവർ വന്ന് മാപ്പ് പറഞ്ഞില്ലേ, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ത്രൈവിങ് എന്ന് കാണുന്നുണ്ട്. യെസ്, നിങ്ങൾ എന്തും ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങളുടെ കയ്യിലുണ്ട്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ പൊട്ടൻഷ്യൽ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് എന്തും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ആൻഡ് കമ്മ്യൂണിറ്റി എന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും സെലിബ്രേഷൻ വരുന്ന തരത്തിൽ പറയാം, നമുക്ക് സെലിബ്രേഷൻ പറയാം. ഓക്കെ, മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ മീൻസ് നിങ്ങളൊരു വിഷമത്തിൻ്റെ ഒരു സമയത്ത് കടന്നു പോവുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഐ തിങ്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുണ്ട്. ഇവിടെയും ബട്ടർഫ്ലൈസ് ആണ്, ഇതിലും ബട്ടർഫ്ലൈ. മേ ബി നിങ്ങൾ ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടാവാം, സൈനായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആയിട്ട് വരും എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സയൻസ് യൂണിവേഴ്സ് കാണിച്ചു തരും. ബേർഡ് കാണുന്നുണ്ടാവാം, ചെറിയ മൈനയോ ചെറിയ പക്ഷി, നമ്മുടെ കുരുവി ഒക്കെ കാണുന്നുണ്ടാവാം നിങ്ങൾ. ഓക്കെ, എനിക്കിവിടെ ചില സയൻസ് ഫീൽ ചെയ്തു, അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, ആൻഡ് ഇവിടെ മൂൺ കാർഡാണ്, ഇത് ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് മേ ബി ട്രസ്റ്റ് ഇഷ്യൂസ് വന്നായിരിക്കാം. ഞാൻ നേരത്തെ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ, ഓക്കെ, എവിടെയായാലും ഓക്കെ, മേ ബി ട്രസ്റ്റ് ഇഷ്യൂസ് വന്ന് കാണാം. ആ ട്രസ്റ്റ് ചെയ്യാൻ ആക്ച്വലി യൂണിവേഴ്സ് പറയുന്നത് എന്തായാലും യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് യൂണിവേഴ്സ് കൊണ്ടുതരും എന്നുള്ള ട്രസ്റ്റ് വെക്കാം. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആവും എന്ന രീതിക്കും പറയാം. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും ഡൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ട്രസ്റ്റ് ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ അത് ബെറ്റർ ആവും. പൊട്ടൻഷ്യൽ ഉണ്ട്, ഈ ഒരു സിറ്റുവേഷൻ മാറി വരും. ഓക്കെ, ഇപ്പോൾ യെസ് ഇവിടെ മൗണ്ടൻ ആണ് അല്ലേ. മൗണ്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് ഒരു മല നമ്മൾ ഓവർകം ചെയ്യേണ്ട നമ്മുടെ മുമ്പിലുള്ള ഒബ്സ്റ്റക്കിൾ എന്നെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മറികടക്കാനുള്ള കാര്യങ്ങൾ, ഓക്കെ, അത് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആ പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട് എന്നാ പറയുന്നത്, നിങ്ങൾക്ക് കഴിവുണ്ട്. ഓക്കെ, എന്ത് സിറ്റുവേഷനിലും ത്രൈവ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ എന്ത് ഇതിലും വളരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ആ പൊട്ടൻഷ്യൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാ പറയുന്നത്. ലവ് എന്ന് കാണുന്നുണ്ട്. നേരത്തെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചായാലും ചതിച്ചതായാലും എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾ ഒരിക്കലും സ്നേഹം എന്ന ഇതിൽ നിന്ന് നിങ്ങളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ട്രസ്റ്റിൻ്റെ കാര്യം, ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലത് വേറെ കൊണ്ടുവരും എന്നുള്ള ട്രസ്റ്റ് നിങ്ങൾ വയ്ക്കാം. ഫുൾഫിൽമെൻറ്റ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾക്ക് നടക്കുമെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്, ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട സമയമാണ്. ടവർ ഓഫ് കാർഡ് ഞാൻ ആദ്യം തന്നെ നമ്മൾ റിലേഷൻഷിപ്പിലാണ് പറഞ്ഞു വിട്ടുന്നാലും ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ചില
സഡൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഓരോ മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷ കാണില്ല, അതായത് നിങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കില്ല. ഓക്കെ, ചില സിറ്റുവേഷൻ നിങ്ങൾ വിട്ട് മാറി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യുമോ എന്ന് പോലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇവിടെ ഒരു മാറ്റം വരുന്ന സമയമാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും. അത് കാരണം നിങ്ങൾ ഐ തിങ്ക് ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാവാം. ബട്ട് ഐ തിങ്ക് എല്ലാം നല്ലതിന് എന്ന് ട്രസ്റ്റ് വയ്ക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.